ഹായ്, എല്ലാവർക്കും വേനാട് ബ്ലോഗ്സിന്റെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, ഈ അതിമനോഹരമായ സ്ഥലത്തൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് കൊല്ലത്തിന്റെ ആകെയുള്ള തേയിലത്തോട്ടത്തിലേക്ക് പോകാൻ. തേയിലത്തോട്ടം മാത്രമല്ല, ഓറഞ്ചും ജാതിയും വളരുന്ന കേരളത്തിന്റെ സ്വന്തം മിനി മൂന്നാറിലേക്ക്. അതാണ് കൊല്ലത്തിന്റെ സ്വന്തം അമ്പനാട് ടീ എസ്റ്റേറ്റ്. കാട്ടിലൂടെയുള്ള ഒരു സാഹസിക യാത്രയായിരുന്നു ഞങ്ങളുടെ 3 പേരുടെയും. കാണാത്തവർക്ക് വീഡിയോ കമന്റിൽ പിൻ ചെയ്തേക്കാം. ഈ കാണുന്നതൊക്കെ റബ്ബർ മുറിച്ച് കൈത വെച്ചേക്കുന്നതാണ്. അമ്പനാടെത്താൻ പ്രധാനമായും 2 വഴികളാണ് ഉള്ളത്. ഒന്ന് പൊല്ലൂരിൽ നിന്ന് ചാലിയേക്കര വഴി കാട്ടിനുള്ളിലൂടെയും മറ്റൊന്ന് കഴുതുരുട്ടി വഴിയുമാണ്. കൊല്ലം പൊല്ലൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് അമ്പനാട് മലനിരകൾ ഉള്ളത്. മൂന്നാറിനെ വെല്ലുന്ന പ്രകൃതി ഭംഗിയും തണുപ്പുമുള്ള മലനിരകൾ. ആ കിഴക്ക് ഭാഗത്ത് കാണുന്നതാണ് സഹീപർവ്വതം. ഒരു ഭാഗത്ത് അച്ചൻകോവിൽ കാടുമുണ്ട്. കൊല്ലത്ത് യാത്ര ചെയ്യുന്നവർ കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമാണ് അമ്പനാട് എസ്റ്റേറ്റ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമ്പു എസ്റ്റേറ്റ് ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ അമ്പനാട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലെ ജോലിക്കാരിൽ കൂടുതലും തമിഴ്നാട്ടുകാരാണ്. അതാണ് എല്ലായിടത്തും ഒരു തമിഴ് ടച്ച്. ഇവിടെ നിന്നാണ് മലകയറ്റം ആരംഭിക്കുന്നത്. ട്രാവൻകൂർ റബ്ബർ ടീ കമ്പനിയുടെ കീഴിലാണ് ഇപ്പോൾ അമ്പനാട് എസ്റ്റേറ്റ് ഉള്ളത്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് മല കയറാം. എല്ലായിടത്തും അടിപൊളി വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കാണാം. എസ്റ്റേറ്റിൻ്റെ അവിടുന്ന് ഒരു 2 വളവ് ഇങ്ങോട്ട് മേപ്പോട്ട് കയറുമ്പോൾ അടിപൊളിയായിട്ടൊരു അടിപൊളി എന്ന് വെച്ചാൽ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കയറി പോകാം. കുളിക്കേണ്ടവർക്കാണെങ്കിൽ കുളിക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ എന്താ രസം. വെള്ളച്ചാട്ടം കണ്ടിറങ്ങിയപ്പോൾ ദാന്റെ മുകളിൽ നിന്നും തടിയുമായിട്ട് ട്രാക്ടർ വരും. ചുട്ടുപൊളുന്ന പൊല്ലൂരിൽ നിന്നും ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താ ഒരു സുഖം. അപ്പോൾ മുകളിൽ എത്തിയ പിന്നെ പറയണോ. വെള്ളച്ചാട്ടം കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും എടുത്ത് പിന്നെ 5 മിനിറ്റ് റെസ്റ്റും ചെയ്ത് വീണ്ടും മലകയറ്റം ആരംഭിച്ചു. യാത്ര ഇഷ്ടമുള്ളവർ മടിച്ചു നിൽക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒരു ലൈക്കും കൂടി കൊടുത്തേക്കണേ. ക്യാമറ എങ്ങോട്ട് വെച്ചാലും അടിപൊളി ഭംഗിയാ. ഇന്നത്തെ എന്റെ വീഡിയോഗ്രാഫർ വൈഫാണ്. ആനയും പുലിയും കരയും വിഹരിക്കുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റ്. ഈ മലകയറ്റത്തിൽ എത്ര വളവും തിരിവും ഉണ്ടെന്ന് ദൈവം തമ്പുരാൻ അറിയാം. മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കാട്ടുകോഴിയും മയിലും എല്ലാം പ്രത്യക്ഷപ്പെടും. ഇവിടെ വെള്ളച്ചാട്ടത്തിന് ഒരു പഞ്ഞവുമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച തേയില ഫാക്ടറി ഇപ്പോഴും ഉണ്ട്. മുകളിൽ എത്തിയിട്ട് നമുക്ക് അതൊക്കെ കാണാം. വേറൊരു കാര്യം എന്തെന്ന്, അന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച മെഷീനുകൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് നെടുമ്പാറ കൊടുമുടി. അതും ഈ അമ്പനാട് എസ്റ്റേറ്റിലാണ് ഉള്ളത്. 900 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നെടുമ്പാറ കൊടുമുടിയിലേക്ക് പ്രത്യേക അനുമതി വാങ്ങി ട്രക്കിങ്ങുകൾ നടത്താം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് ശാന്തതയും സ്വസ്ഥതയുമുള്ള ഈ പ്രകൃതിയാണ്. 1800കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗ്രാമ്പു കൊണ്ടുവന്ന രാജ്യത്തെ ആദ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് അമ്പനാട്. അങ്ങനെ കാടും മലയും താണ്ടി നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിന്റെ മെയിൻ ഗേറ്റിലെത്തി. വണ്ടി വരുന്നത് കണ്ടപ്പോഴേ സെക്യൂരിറ്റി ഗേറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ അകത്തെ കാഴ്ചകൾ നാളെ കാണാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.